എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ആദിപരാശക്തി ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം. വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത്. ആഹാരത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭഗവതിയായ അന്നപൂർണേശ്വരി ഭാവത്തിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു. കൊടുങ്ങല്ലൂർ ഭഗവതി ചൈതന്യം തന്നെയാണ് ആറ്റുകാലിലും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല എന്ന് വിശ്വാസം. കോപാഗ്നിയിൽ മധുര ചുട്ടരിച്ചു വന്ന കണ്ണകി ഭഗവതി കൊടുങ്ങല്ലൂരേക്കുള്ള യാത്രയ്ക്കിടെ അല്പനേരം ആറ്റുകാലിൽ തങ്ങി. ദേവീചൈതന്യം അറിഞ്ഞെത്തിയ സ്ത്രീജനങ്ങൾ വായ്ക്കുരവേട്ടും മൺകലങ്ങളിൽ പൊങ്കാല നിവേദിച്ചും ദേവിയെ സംപ്രീതയാക്കി. സങ്കടവും കോപവും ശമിച്ച കണ്ണകി അവരെ ഉള്ളി നിറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം. ഭക്തജനങ്ങളിൽ സംപ്രീതയായ ദേവി പിന്നീട് ഒരു ബാലികയായി അവിടെ കുടിയിരിക്കാനെത്തി. ആറ്റുകാൽ പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട്. അവിടുത്തെ ഭഗവതി ഭക്തനായ ഒരു കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വന്ന് തന്നെ ആറിനക്കരെ ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു. നല്ല ഒഴുക്കുണ്ടെങ്കിലും കാരണവർ മുതുകിൽ കയറ്റി ആ ബാലികയെ മറുകരയിൽ കൊണ്ടെത്തിച്ചു. കാരണവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവിലും മലരും ഇളനീരും പഴവും നൽകി സൽക്കരിച്ചു. പെട്ടെന്ന് ആ ചെറിയ പെൺകുട്ടി അപ്രത്യക്ഷയായി. കുട്ടിയെ തിരഞ്ഞുമടുത്ത അദ്ദേഹം മനസ്താപത്തോടെ ഉറങ്ങാൻ കിടന്നു. അന്ന് രാത്രിയിൽ ആ ഭക്തൻ കണ്ട സ്വപ്നത്തിൽ സാക്ഷാൽ പ്രപഞ്ചനാഥയായ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി: നിന്റെ അടുത്ത് ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല. താൻ സാക്ഷാൽ മഹാമായയാണെന്നും ഇവിടെ കുടിയിരിക്കുകയാണെന്നാണ് അറിയിച്ചത്. താൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് തന്നെ കുടിയിരുത്തണം. അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിന് മേൽക്കുമേൽ അഭിവൃദ്ധിയുണ്ടാകും. പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാരണവർ ശൂലത്താൽ അടയാളപ്പെടുത്തിയ 3 രേഖകൾ കണ്ടു. ദൈവജ്ഞരെ വിളിപ്പിച്ച് പ്രശ്നം വയ്പ്പിച്ചപ്പോൾ സ്വപ്നദർശനം ശരിയാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് അനുഷ്ഠാന വിധികളോടുകൂടി അവിടെ ചെറിയൊരു കോവിലുണ്ടാക്കി ഭഗവതിയെ കുടിയിരുത്തി. കൊടുങ്ങല്ലൂരിൽ വാഴുന്ന സാക്ഷാൽ ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളിയായിരുന്നു ആ ബാലികയെന്നാണ് വിശ്വാസം. പിൽക്കാലത്ത് ഒരു മരം വീണ് ക്ഷേത്രത്തിന് കേടുപാട് സംഭവിച്ചു. ബദ്രീനാഥത്തിലെ പൂജാരിയും പ്രശസ്ത ജ്യോത്സ്യനുമായിരുന്ന ശങ്കര ജ്യോത്സ്യർ തിരുവിതാംകൂറിലുണ്ടായിരുന്ന സമയമായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലായിരുന്നു പുനഃപ്രതിഷ്ഠ നടന്നത്. കൈകളിൽ പള്ളിവാൾ, തൃശൂലം, പരിച, പാനപാത്രം എന്നിവ ധരിച്ച ചതുർബാഹുവായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ദാരികവധത്തിനു ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന വിശ്വരൂപത്തിലാണ് പ്രതിഷ്ഠ. കാളിയുടെ സൗമ്യവും സുന്ദരവുമായ രൂപം സുമുഖി കാളി എന്നറിയപ്പെടുന്നു. സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഭഗവതിയാണിത്. മഹാലക്ഷ്മിക്ക് തുല്യം. ദാരികനെ വധിച്ച ശിവപുത്രിയായും ഭഗവതി ആരാധിക്കപ്പെടുന്നു. ഇതാണ് ആറ്റുകാൽ അമ്മയുടെ ഭാവം. ഒരു കൊച്ചു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവതി ബാലഭദ്ര എന്നറിയപ്പെടുന്നു. ആറ്റുകാൽ ക്ഷേത്രത്തിലെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. 2026 മാർച്ച് 3 ചൊവ്വാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല വരുന്നത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൊയ്ത്തുത്സവമാണ് പൊങ്കാല എന്നറിയപ്പെടുന്നത്. പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മറിയുക എന്നാണ്. മനമുരുകി കരയുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃത്വ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല. അമ്മയുടെ തിരുസന്നിധിയിൽ മകൾ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടെ കൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധമായാണ് കരുതുന്നത്. ഇത് കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കാർഷികോത്സവം അഥവാ കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടിയ നെല്ല് കുത്തി അരിയാക്കി അതിലൊരു വിഹിതം സന്തോഷസൂചകമായി പായസം, അട എന്നിവയുണ്ടാക്കി സ്ത്രീകൾ ഭഗവതിക്ക് സമർപ്പിക്കുന്നു. കുംഭമാസത്തിൽ ഫെബ്രുവരി, മാർച്ച്, കാർത്തിക നാളിൽ ഉത്സവം ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം പൊങ്കാലയാണ്. വിശ്വാസപ്രകാരം പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ്. അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ്. ജഗദീശ്വരിയും അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല എന്ന് വിശ്വാസം. പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അമ്മ സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. പൊങ്കാലയ്ക്ക് മുൻപ് ഒരു ദിവസമെങ്കിലും വ്രതമെടുക്കണം. ഉത്സവം തുടങ്ങുന്നത് തോറ്റംപാട്ട് പാടിയിട്ടാണ്. കാപ്പുകെട്ടി ഭദ്രകാളിയെ മൂലസ്ഥാനമായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ക്ഷണിക്കുന്നു. ഭഗവതിയുടെ വിജയമാണ് പൊങ്കാലയുടെ ആഘോഷിക്കപ്പെടുന്നത്. പൊങ്കാല ദിവസം നടക്കുന്ന വഴിപാടുകളാണ് ബാലന്മാരുടെ കുത്തിയോട്ടവും ബാലികമാരുടെ താലപ്പൊലിയും.
ദാരികനുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത ഭഗവതിയുടെ ഭടന്മാരെയാണ് കുത്തിയോട്ട ബാലന്മാരായി സങ്കല്പിക്കുന്നത്. പൊങ്കാല നിവേദ്യം, താലപ്പൊലി, കുത്തിയോട്ടം, പുറത്തെഴുന്നള്ളത്ത്, പാടി, കാപ്പഴിക്കൽ, ഗുരുതിയോടുകൂടി ആറ്റുകാലിലെ പൊങ്കാല ഉത്സവം സമാപിക്കുന്നു. തുലാമാസത്തിലെ നവരാത്രിയും വിദ്യാരംഭവും വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയുമാണ് മറ്റ് വിശേഷ ദിവസങ്ങൾ.